ഇതിനാണ് ഇതിൻ്റെ കേസിൽ ഉണ്ടാവുന്നത് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു അലേർട്ട് ഡിസൈനറിൻ്റെ ഒരു ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ ലീനിയർ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ ഒരു ക്രിട്ടിക്കൽ ടൈമിംഗ് പാത്ത് നമ്മൾ നോക്കുക. ഇതൊരു കാണിച്ചിരിക്കുന്ന ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ നമുക്ക് എത്രത്തോളം ഡിലേ വരും എന്ന് നമുക്ക് നോക്കാം. ആ ഡിലേക്കാളും നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ നമ്മൾ ഡിലേ റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറാണ്. ഇതിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മൾ അടുത്ത ഡയഗ്രത്തിൽ കാണുക. അപ്പോൾ ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ആദ്യം, ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡർ. അപ്പം ഇതിൻ്റെ കേസിൽ എല്ലാത്തിൻ്റെയും ഡിലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ഒരു സെറ്റപ്പിന് വേണ്ട പ്രൊപ്പഗേഷൻ ഡിലേ 1, അതുപോലെ തന്നെ ക്യാരി പ്രൊപ്പഗേഷന് വേണ്ട പ്രൊപ്പഗേഷൻ ഡിലേ 1, ഒരു ജസ്റ്റ് ഒരു നമ്പർ എടുത്തിരിക്കുകയാണ്, നോർമലൈസ്ഡ് വാല്യൂ ഓഫ് 1 എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് ഒന്ന് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്ക്വയർ റൂട്ടിൽ ചെയ്യുമ്പോൾ ഇതിനേക്കാളും നല്ല പ്രൊപ്പഗേഷൻ ഡിലേ, അതായത് റെഡ്യൂസ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡർ തന്നെയാണ് ഈ എടുത്തിരിക്കുന്നത്, അല്ലാതെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ അല്ല. അപ്പം അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എത്രയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ ഒരു 16 ബിറ്റ് ലീനിയർ ക്യാരി സെലക്ട് ആർഡറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം 4 ബിറ്റ്സിൻ്റെ 4 ബ്ലോക്സ് ആണ്. ഒരു ബ്ലോക്ക്, 2 ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്, ഫോർത്ത് ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്സ് നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി പ്രൊപ്പഗേഷനും 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി പ്രൊപ്പഗേഷനും എടുത്തു. അതൊരു മൾട്ടിപ്ലക്സറി കൊടുത്തു. അപ്പോൾ ക്യാരിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ക്യാരിനാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാരി ഔട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം അത് 4 to 7, 8 to 11, 12 to 15, ഇതാണ് നമ്മുടെ ലീനിയർ ക്യാരി സെലക്ട് ആർഡർ. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാത്ത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഇത് ഈ ഒരു പാത്ത്, ഇത് ഇങ്ങനെ, അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത് വരിക എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ പാത്ത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അതായത് നമ്മൾ ഈ പ്രോസസ്സെല്ലാം സെറ്റപ്പും ക്യാരി പ്രൊപ്പഗേഷനും എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്, അല്ലേ? 0 to 3 ചെയ്യുന്ന സമയത്ത് തന്നെയാണ് 4 to 7ൻ്റെയും 8 to 11ൻ്റെയും 12 to 15നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റപ്പും ക്യാരി പ്രൊപ്പഗേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ജനറേറ്റ് സ്റ്റേജും പിന്നെ ഏത് സ്റ്റേജും കൂടെ ചേർന്നിട്ടാണ് പ്രൊപ്പഗേറ്റ് വന്നത്. ജനറേറ്റും പ്രൊപ്പഗേറ്റും കൂടെ ചേർന്നിട്ടാണ് സെറ്റപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരി 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി പ്രൊപ്പഗേഷനും 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി പ്രൊപ്പഗേഷനും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ഈ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് 0 ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, 0 ആണ് നമ്മളുടെ ക്യാരി ഔട്ടായിട്ട് വരുന്നത് എങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും? ഈ ഒരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി ഔട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ, ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ നമ്മുടെ പ്രൊസീജിയർ. അപ്പം ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ടൈം നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കും എന്നുള്ളതിൻ്റെ ഏത് പാത്തിൽ കൂടിയായിരിക്കും നമ്മളുടെ എത്രത്തോളം ടൈം എടുക്കുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ എങ്ങനെയാണ്. ഈ സെറ്റപ്പും ക്യാരി പ്രൊപ്പഗേഷനും എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം നമ്മൾ നോക്കുന്നു. പിന്നെ ഓരോ മൾട്ടിപ്ലക്സറിൽ ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈമിനെ നമ്മൾ മൾട്ടിപ്ലക്സറിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയും. അവസാനം നമ്മൾ സമ്മ് ജനറേറ്റ് ചെയ്യാനുള്ള ടൈമിനെ നമ്മൾ അതും ഒരു പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പാത്ത് വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ ക്രിട്ടിക്കൽ പാത്ത് ഓഫ്, ഞാൻ ഈ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പാത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും നമ്മൾ നോർമലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചുമ്മാ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നതാണ്. 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് 1 എന്നാണ് എല്ലാത്തിൻ്റെയും. ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ട ടൈം 1, അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 1, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് മൾട്ടിപ്ലക്സറിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈം 1. അങ്ങനെ നമ്മൾ എല്ലാത്തിനും 1 ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ എത്ര പ്രൊപ്പഗേഷൻ ഡിലേ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി 1 ടൈമാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞു. ഇത് 1 എടുത്തു.
അപ്പം ക്യാരി 0 ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 1 ആണ്. അതായത് പ്രൊപ്പഗേഷൻ, അതായത് ഇത് എത്ര ബിറ്റാണ്? 0 to 3 ബിറ്റാണ് അല്ലെ, 4 ബിറ്റ്സ് ആണുള്ളത്. അപ്പം 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? 4. ഒരു ബിറ്റിന് 1 ആണെങ്കിൽ, ഒരു ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 1 ആണ് എങ്കിൽ 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര എത്തി? സെറ്റപ്പ് ചെയ്യാൻ 1, നമ്മളുടെ 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 4. അപ്പം ടോട്ടൽ എത്രയാണ് നമുക്ക് ഇവിടം വരെ എത്തിയപ്പോഴുള്ള ടൈം എത്രയാണ്? 5 ആണ് നമുക്ക് ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ടൈമാണ് നമ്മൾ പ്രൊപ്പഗേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ ടൈം തന്നെയാണ് വരിക. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ട ടൈം 1. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സെറ്റപ്പ് ചെയ്യാൻ വേണ്ട നമുക്ക് വേണ്ട ടൈം 1. അതായത് ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നതാണ് 1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ടൈമാണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ജനറേറ്റും പ്രൊപ്പഗേറ്റ് സിഗ്നൽസ് നമുക്ക് കിട്ടാൻ വേണ്ട ടൈമിനെയാണ് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ജനറേറ്റും പ്രൊപ്പഗേറ്റും ആണ്. അപ്പം അതിന് വേണ്ട ടൈം നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? 1 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 ബിറ്റ് ആണെങ്കിൽ അറ്റേ ടൈമാണ് നമ്മൾ ഈ സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ടൈമാണ് എടുത്തിരിക്കുന്നത്. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ട ടൈമിനെ 1 എന്ന് എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ക്യാരി പ്രൊപ്പഗേഷൻ, അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? അതായത് ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് അറ്റ് എ ടൈം P0, G0, P1, G1, P2, G2, P3, G3 എല്ലാം ജനറേറ്റ് ചെയ്തു. 4 ബിറ്റിന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിന്റെ ഔട്ട്പുട്ട് എത്തണം, ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇതിന്റെ ഔട്ട്പുട്ടിൽ എത്തണം. അങ്ങനെ 4 ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഓക്കെ, ക്യാരി ഇന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പം ക്യാരി ഇന്ന് കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 1, ഇത് അടുത്തതിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 2, പിന്നെ 3, ഇത് 4. അപ്പം 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ടൈം എത്രയാണ്? 4 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഒരു സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിന്റെ കേസിൽ നമ്മൾ 0 കൊടുക്കുമ്പോൾ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ക്യാരി ഔട്ട് കിട്ടണം. 1 കൊടുക്കുമ്പോൾ 1 പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ക്യാരി ഔട്ട് കിട്ടണം. ഇപ്പോൾ ഇത് എത്ര ബിറ്റ്സ് ആണ്? 4 ബിറ്റ്സ് ഉണ്ട്. അപ്പം 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 4. അപ്പം സെറ്റപ്പ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 1. അപ്പോൾ എത്രയായി? ഇതുവരെ കിട്ടാൻ വേണ്ട ടൈം എത്രയാണ്? 5 ആയി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 5 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 5 ടൈമായി. പിന്നെ മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈം 1 ആണ്. അപ്പം മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈം 1 ആണ്. അപ്പോൾ ഇവിടെയും 1. അപ്പം 5 + 1 6 ആയി. പിന്നെയും ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട്, അവിടുന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈം 1 ആണ്. അപ്പോൾ 7 ആയി. 7ൽ നിന്ന് വീണ്ടും ഒരു മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുന്നു, അതും 8 ആയി. പിന്നെ 9 ആയി ഇതിന്റെ ഔട്ട്പുട്ട്. പിന്നെ സമ്മ് ജനറേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 1 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ടൈം വേണ്ടി വന്നു? നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ട ടൈം എത്രയാണ്? ഇവിടെ 10 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് കേട്ടോ, നിങ്ങൾക്ക് ഒരു ക്ലിയർ ആകാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നമ്പർ ആണ്, ഒരു നോർമലൈസ്ഡ് വാല്യൂ ആണ് 10 എടുത്തിരിക്കുന്നത്. അതിന്റെ യൂണിറ്റ് ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു 10 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 10 ടൈമാണ് നമുക്ക് എന്തിനു വേണ്ടി എടുത്തിരിക്കുന്നത്? നമ്മളുടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന ടൈമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഈ സമ്മ് ജനറേറ്റ് ചെയ്യിക്കാൻ നമുക്ക് എടുത്തിരിക്കുന്ന ടൈം എത്രയാണ്? 10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. ഇവിടെ ഈ ബാക്കി എല്ലാ സമ്മും നമുക്ക് ഈ സമയത്ത് നമ്മളിപ്പോൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കി സം എല്ലാം ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ അവസാനത്തെ സമ്മ് ജനറേറ്റ് ചെയ്യാനുള്ള ടൈം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിന് മുമ്പ് ബാക്കി എല്ലാ സമ്മും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ 5 എത്തുമ്പോൾ തന്നെ ഒരു 6 ആകുമ്പോൾ തന്നെ ഇവിടെ സമ്മ് ജനറേറ്റ് ചെയ്യും. ഇവിടെ ഈ 7, 8 ആകുമ്പോൾ തന്നെ ഇവിടെ സമ്മ് ജനറേറ്റ് ആവും. ഇവിടെ 9 ആകുമ്പോൾ തന്നെ സമ്മ് ജനറേറ്റ് ആവും. അപ്പം ഇവിടെ മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഇവിടെ സമ്മ് ജനറേറ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഇവിടെ 10 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ സമ്മ് നമുക്ക് ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിന്റെ കേസിൽ എത്രയാണ് നമുക്ക് വേണ്ട ടൈം? 10 ആണ് ടൈം റിക്വയർഡ് ആയിട്ടുള്ളത്. 10 ടൈം വിച്ച് ഈസ് ആക്ച്വലി റിക്വയർഡ് ടു ജനറേറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സമ്മ് ജനറേറ്റ് ചെയ്യാൻ വേണ്ട ടൈം ഇതിന്റെ കേസിൽ എത്രയാണ്? 10 ആണ്. അപ്പം ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ ഈ ടൈമിനേക്കാളും കുറച്ച് പ്രൊപ്പഗേഷൻ ഡിലേ കുറച്ചിട്ട് നമുക്ക് സമ്മ് ജനറേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ നമ്മൾ ഒരു ഡിസൈനർ എന്ത് ചെയ്യുന്നു? എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വെയിറ്റ് ചെയ്ത് കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈക്വൽ ബിറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? 0 to 3, 4 to 7, 8 to 11, 12 to 15. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ബിറ്റ്സ് ഇവിടെയും ഈ 5 എന്താണ്? 5 ടൈമിൽ ഇതെല്ലാം പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്
അല്ലേ? ഈ 5 എന്ന് പറയുന്ന ടൈമിൽ, ആദ്യത്തെ 5 എന്ന് പറയുന്ന ടൈമിൽ തന്നെ ഈ 0യ്ക്കും 1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 to 7ഉം 8 to 11ഉം 12 to 15ഉം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരി ഔട്ട് എല്ലാം ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ ആദ്യത്തെ കേസിലൊക്കെ രണ്ടും ഏകദേശം ഒരേ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയെന്ന് പറയാം. പക്ഷേ ഇവിടെ 5ൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് വരുന്നത് ഏതിലാണ്? 7ലാണ് ഇൻപുട്ട് വരുന്നത്. ഇവിടെ 5ൽ കംപ്ലീറ്റ് ആയിട്ട് 8ലാണ് നമുക്ക് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ആക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് വീണ്ടും കുറയ്ക്കാൻ പറ്റില്ലേ? അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്, നമ്മളുടെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ 5 ടൈമിൽ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ 0 to 3ഉം 4 to 7ഉം 8 to 11ഉം 12 to 15ൻ്റെയും ക്യാരി ഔട്ട് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ 6 എന്ന് പറയുന്ന ടൈമിലാണ് നമുക്ക് എന്ത് വരുന്നത്? 5 ടൈമിൽ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട്, ഈ ക്യാരി ഔട്ട് 6 ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സെക്കൻഡ് ഒരു ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഇവിടെ 7 ആണ്, പക്ഷേ 5ലെ ഇത് കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. പക്ഷേ ഈ 7 ടൈം എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? നമ്മളുടെ മൾട്ടിപ്ലക്സറിലേക്ക് ഇൻപുട്ട് വന്നത്. അപ്പം ഇവിടെ 8 ടൈമിൽ നമ്മൾ 5 ടൈമിൽ കംപ്ലീറ്റ് ആയതാണ്, പക്ഷേ ഇവിടെ ഇൻപുട്ട് വരുന്നത് ഏതിലാണ്? 8 ടൈമിലാണ്. അപ്പം ഇത് തമ്മിൽ മാച്ച് ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി ടൈം കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് ഏതിൻ്റെ കേസാണ്? ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസാണ്. ഈ ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മേജർ മിസ്മാച്ച് ബിറ്റ്വീൻ ദ അറൈവൽ ഓഫ് ദ സിഗ്നൽ ക്യാൻ ബി ഒബ്സർവ്ഡ് ബിറ്റ്വീൻ ദ മൾട്ടിപ്ലക്സർ ഇൻപുട്ട് ആൻഡ് ക്യാരി ഔട്ട് ജനറേഷൻ, അല്ലേ? അപ്പം മൾട്ടിപ്ലക്സർ സിഗ്നൽ നമ്മൾ ലോങ് ബിഫോർ ക്യാരി ചെയിൻസ് ആർ സ്റ്റേബിൾ, ലോങ് ബിഫോർ ദ മൾട്ടിപ്ലക്സർ ക്യാൻ ബി ഒബ്സർവ്ഡ്. അപ്പം ക്യാരി നമ്മൾ നേരത്തെ തന്നെ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ നമ്മളുടെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് വന്നത്? കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് രണ്ടും മാച്ചാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, 2 ബിറ്റും നമുക്ക് എങ്ങനെ മാച്ചാക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റേജ് ക്യാൻ ബി ആഡ് 2 ബിറ്റ്സ്, സെക്കൻഡ് സ്റ്റേജ് ഇച്ച് ആഡ് 3 ബിറ്റ്സ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 ബിറ്റ്സ്, അങ്ങനെ 5th സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ബിറ്റ്സ് 5 ബിറ്റ്സ്. അങ്ങനെ നമ്മൾ നേരത്തെ ഈക്വൽ ബിറ്റ്സിലുള്ള ഈക്വൽ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് പകരം, ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ എന്താണ് നമ്മൾ ചെയ്തത്? 4 ബിറ്റുള്ള 4 ബ്ലോക്സ്, അങ്ങനെ ആകുമ്പോൾ 16 നമുക്ക് കിട്ടി. ഓക്കെ, 4 ബിറ്റുള്ള 4 ബ്ലോക്സ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ, ഇതിൻ്റെ കേസിൽ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈക്വൽ ബിറ്റ്സ് അല്ല ഇതിൻ്റെ കേസിലുള്ളത്. ഓരോ സ്റ്റേജിലും നമ്മൾ ഡിഫറെൻറ്റ് ബിറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്മളുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എത്ര ബിറ്റാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ 2 ബിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, 2 ബിറ്റ്സ്. അടുത്ത സ്റ്റേജിൽ എത്രയാണ്? 3 ബിറ്റ്സ്. അപ്പം 0 to 1 ആദ്യത്തെ ബിറ്റ്സ് 0 to 1 ബിറ്റ്സ്, അതായത് A0 A1ഉം B0 B1ഉം മാത്രമേ ഇൻപുട്ട്സ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 2 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ്? A0 A1ഉം A0 A1 B0 B1. ഇതാണ് 2 ബിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത 3 ബിറ്റ്സ്. അടുത്തത് നിങ്ങൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? A0 A2 A3 A4 B2 B3 B4. അപ്പം ഇങ്ങനെ 3 ബിറ്റ്സ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് ആഡ് ചെയ്യാനാണ് 2 ബിറ്റ്സ് എടുക്കുന്നത്. A B എന്ന് പറയുന്ന 2 ബിറ്റാണ്. അപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 2 to 4 ആണ് ഏതിൻ്റെ കേസിൽ? സെക്കൻഡ് സ്റ്റേജിലുള്ളത്. അടുത്തതിൻ്റെ കേസിൽ B2 to B4. അടുത്തത് 5 to 8 ബിറ്റ്സ് ആണ്. അതായത് നമ്മൾ എടുക്കുന്നത് A 5 to 8ഉം B 5 to 8ഉം. അടുത്തത്
ബി എ 9 to 13 ബി 9 to 13. അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് എ 14 to 19 ബി 14 to 19. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് എടുത്തിരിക്കുന്നത്, മനസ്സിലാക്കുക സെറ്റപ്പ്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മളുടെ ബിറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ 2 ബിറ്റ്സ് ആണ്, അടുത്തതിൽ 3, അടുത്തത് 4, അടുത്ത സ്റ്റേജിൽ 5, അങ്ങനെ നമ്മൾ ബിറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റപ്പ് 0 carry propagation, 1 carry propagation, then it is actually given to the multiplexer. എല്ലാത്തിലും ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ 2, 3, 4, 5, 6 ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനു വേണ്ടി ഈ ഫസ്റ്റ് 2 ബിറ്റ്സിൻ്റെ കേസിലുള്ള ക്യാരി സെറ്റപ്പിന് വേണ്ടി 1 ടൈം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് 2 ബിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടൈം മതി ഈ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ? 2 ബിറ്റ്സ് ആകുമ്പോൾ 2 ക്യാരി പ്രൊപ്പഗേഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ? അപ്പം ക്യാരി ഇന്ന് 2 ഫുൾ ആർഡറിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്യാരി പ്രൊപ്പഗേഷൻ 1 ബിറ്റ്, അടുത്തത് 1 ടൈം. അപ്പോൾ 2 ടൈം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 ബിറ്റ്സിൻ്റെ കേസിൽ നമുക്ക് ക്യാരി മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ട ടൈം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 3 ടൈമാണ്. ഓക്കെ, മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ട ടൈം എത്രയാണ്? 1 ടൈമാണ്. അപ്പോൾ എത്രയാണ്? 4 ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ടൈമിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തി. അടുത്ത സ്റ്റേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 ബിറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ബിറ്റ്സ് 2 to 4 ആണ്. അപ്പോൾ ഇതിന് സെറ്റപ്പ് വേണ്ട ടൈം 1 ആണ്, 1 ടൈം. പിന്നെ ക്യാരി പ്രൊപ്പഗേഷന് വേണ്ട ടൈം 3 ബിറ്റ്സ് ആയതുകൊണ്ട് 3 + 1 4 ആണ് വന്നത്. അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഈ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ടൈം 4 ആണ്, നമ്മളുടെ ക്യാരി മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുന്ന ടൈമും 4 ആണ്. അത് രണ്ടും മാച്ചായി. അപ്പോൾ 4 എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് രണ്ടും ഒരേ ടൈമിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലക്സറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പം ക്യാരി രണ്ടും നിങ്ങൾക്ക് വി ക്യാൻ ഏബിൾ ടു സീ എന്താണ്, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. മൾട്ടിപ്ലക്സറിൻ്റെ നേരത്തെ കേസിൽ നിങ്ങൾ കാണാം, ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും തമ്മിൽ ഇത് 6 ടൈമിലാണ് വന്നത്. ഇത് നമ്മൾ 5 കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. പക്ഷേ 6 എന്ന് പറയുന്ന ടൈമിലാണ് മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് വന്നത്. പക്ഷേ ഇവിടെ 5 തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം രണ്ടും മിസ്മാച്ച് വന്നു. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടും സെയിം ടൈമിലാണ് വന്നത്. അടുത്ത സ്റ്റേജ് നിങ്ങൾ നോക്കുക 5 to 8. 5 to 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബിറ്റാണ്? 4 ബിറ്റ്സ്. ഓക്കെ, 4 ബിറ്റ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, 4 ബിറ്റിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സെറ്റപ്പിന് വേണ്ട ടൈം 1, പിന്നെ 4, 1, 5 ടൈമിൽ നമുക്ക് ക്യാരി പ്രൊപ്പഗേറ്റ് ആയി. അപ്പം ഇതും തമ്മിൽ എന്തായി? ഇതിൻ്റെ ഔട്ട്പുട്ടും മാച്ചായി. അപ്പം നമുക്ക് എന്തായി? 6 ടൈമിൽ ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക 9 to 13 എന്ന് പറയുന്നത് 5 ആണ്, 5 ബിറ്റ്സ് ആണ്. അപ്പോൾ 5 ബിറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന് സെറ്റപ്പിന് വേണ്ട ടൈം 1, പിന്നെ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 5. അപ്പം ടോട്ടൽ എത്രയാണ്? 6. അപ്പം 6 ടൈമിൽ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടി. അപ്പം ഈ ക്യാരി ഇന്നും നമ്മളുടെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടും ഈ ക്യാരി ഔട്ട് നമുക്ക് സെയിം ടൈമിൽ കിട്ടി. അടുത്തത് 14 to 19. അപ്പം 14 to 19 നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6 ബിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, 6 ബിറ്റ്സ്. അപ്പോൾ ഈ 6 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് സെറ്റപ്പിന് വേണ്ട ടൈം 1, പിന്നെ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണ്? 6 ആണ്. അപ്പം 6 + 1 എന്ന് പറയുന്നത് 7. അപ്പം ഈ 7 ടൈമിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ ക്യാരി ഔട്ട് കിട്ടി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 7 ആണ്. അപ്പോൾ ഈ 7 കണ്ടു. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ടും സെയിം ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടാൻ വേണ്ട ടൈം 8 ആണ്. അപ്പം 8 ടൈമിൽ നമുക്ക് കിട്ടി. അപ്പം അതുപോലെ തന്നെ സമ്മ് ജനറേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 9 ആണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ 9 ടൈമിൽ എന്ത് കിട്ടി? എത്ര ബിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി? ഇവിടെ 19 ബിറ്റ്സ് അല്ലെ 20 ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം നേരത്തെ നമ്മൾ 16 ബിറ്റിൻ്റെ ആഡ് ചെയ്തത് 16 ബിറ്റ് നമ്മൾ ആഡ് ചെയ്തത് എത്ര ടൈമിലാണ്? 10 ടൈമിലാണ്. എങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ ക്യാരി നമ്മൾ കറക്റ്റായിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തപ്പോൾ, ബിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 20 ബിറ്റ്സ് ആഡ് ചെയ്യാൻ എത്ര ടൈമേ വേണ്ടി വന്നുള്ളൂ? 20 ബിറ്റ്സ് ആഡ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ കേസിൽ എത്ര ടൈമേ വന്നുള്ളൂ? നമുക്ക് 9 ടൈം മാത്രമേ ഇതിൻ്റെ കേസിൽ വന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കേസിലെ അഡ്വാൻറ്റേജ്. നമുക്ക് ഈ ഒരു കേസിലെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, വി ക്യാൻ സീ ഐ തിങ്ക്
9 ടൈമിൽ നമുക്ക് 20 ബിറ്റ്സ്, ഓക്കെ, 0 to 19 മീൻസ് 20 ബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യു ക്യാൻ ഏബിൾ ടു സീ ദ ഡിഫറൻസ്, ഓക്കെ, അല്ലെങ്കിൽ യു ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ, എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യു ക്യാൻ സീ, ഐ തിങ്ക് ഫസ്റ്റ് ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ നമ്മൾ ടൈം നോക്കിയപ്പോൾ നമ്മൾ ഈക്വൽ ബിറ്റ്സ് ഉള്ള ബ്ലോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. 4 ബിറ്റ്സ് ഉള്ള 4 ബ്ലോക്സ് ആണ് ഇവിടെ എടുത്തത് 16 ബിറ്റ് ആഡ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ കേസിൽ നമുക്ക് വേണ്ട ടൈം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു നോർമലൈസ്ഡ് ടൈമായിട്ട് നമ്മൾ എടുത്തത് 1 എന്നാണ്. സെറ്റപ്പ് ചെയ്യാൻ 1, ഒരു ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ബിറ്റ്സ് ആണെങ്കിൽ 4 ബിറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ 4 ടൈമാണ് വേണ്ടെങ്കിൽ 4 + 1 എന്താണ് 5 ടൈമിലാണ് നമുക്ക് ക്യാരി ഔട്ട് കിട്ടുക. അപ്പം ഇത് മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുമ്പോൾ 6 ആയി, പിന്നെ ഈ 6 മൾട്ടിപ്ലക്സറിൽ 7 ആയി, 7 പിന്നെ മൾട്ടിപ്ലക്സറിലേക്ക് കൊടുക്കുമ്പോൾ 8 ആയി, 8 വീണ്ടും 9 ആയി, പിന്നെ സമ്മ് ജനറേറ്റ് ചെയ്യാൻ 10 വന്നു. അപ്പം ഇത് രണ്ടും കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മിസ്മാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൾട്ടിപ്ലക്സർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ടൈം 6 ടൈമിലാണ്. പക്ഷേ ഫസ്റ്റ് കേസിൽ നമുക്ക് കാണാൻ പറ്റും 5 എന്ന് പറയുന്ന ടൈമിൽ തന്നെ എല്ലാം അതിൻ്റെ ക്യാരി പ്രൊപ്പഗേഷൻ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടും മിസ്മാച്ച് ആണെന്ന് കാണാൻ പറ്റും. ഇത് 5 ആണ്, ഇത് 6 ആണ്. പക്ഷേ ഇവിടെ അടുത്ത കേസിൽ വരുമ്പോൾ 8 to 11 ബിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഇത് 7 ആണ്, ഈ 7 ടൈമിലാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ ഇത് 5 ടൈമിലേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ 8 ടൈമിലാണ് ഔട്ട്പുട്ട് വരുന്നത്, ഇവിടെ 5 ടൈമിലേ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും സമയവും സെയിം ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ വീണ്ടും കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മളുടെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അത് രണ്ടും ഈക്വൽ ആക്കി, അതായത് നമ്മളുടെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സമയവും നമ്മളുടെ ക്യാരി ഔട്ട് ജനറേറ്റ് ചെയ്യുന്ന ടൈമും അല്ലെങ്കിൽ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ടൈമും എന്താക്കി, നമ്മൾ സെയിം ആക്കി. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ഇവിടെ ഓരോ ബ്ലോക്സിലെയും ബിറ്റ്സിനെ ഡിഫറെൻറ്റ് ബിറ്റ്സ് നമ്മൾ കൊടുത്തു. ആദ്യത്തെ കേസിൽ 2 ബിറ്റ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ബ്ലോക്സിൽ എത്രയാണ്, 3 ബിറ്റ്, അടുത്ത ബ്ലോക്കിൽ 4 ബിറ്റ്, അടുത്ത ബ്ലോക്കിൽ 5 ബിറ്റ്, അടുത്ത ബ്ലോക്കിൽ 6 ബിറ്റ്സ്. അപ്പം 0 to 1 ബിറ്റ് ഫസ്റ്റ് കേസ്, 2 to 4 നെക്സ്റ്റ് ബ്ലോക്ക്, 5 to 8 അടുത്ത ബ്ലോക്കിൽ, 9 to 13, 14 to 19. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കേസിൽ നമുക്ക് 3 + 1 4 എന്ന് പറയുന്ന ടൈമിൽ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് വന്നു. അടുത്ത് നമ്മൾ 3 ബിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാരി ഔട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ട, ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എടുത്തത് 4 ആണ്. ഇത് രണ്ടും മാച്ചായി. ഇനി നമ്മൾ അടുത്ത ബിറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് 4 ആണ്. അപ്പോൾ 4 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട ടൈം എടുത്തത് 5 ആണ്. ഈ 5ഉം ഈ 5ഉം മാച്ചായി. അപ്പം അതായത് ഈ 5 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്ത ടൈം 5 ആണ്. ഇവിടെ ക്യാരി മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയ ടൈമും 5 ആണ്. അതായത് 5 സെക്കൻഡിലാണ് ഈ രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് ക്യാരി ഔട്ട് ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അടുത്ത കേസിൽ, അപ്പോൾ ഈ ഒരു കേസിലെല്ലാം നമുക്ക് കാണാൻ പറ്റും 9 ടൈം കൊണ്ട് നമ്മൾ 20 ബിറ്റ്സിനെ, അതായത് 0 to 19 ബിറ്റ്സ് 20 ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. പക്ഷേ നേരത്തെ കേസിൽ ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ നമ്മൾ 16 ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്, 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി, ടൈം റെഡ്യൂസ് ചെയ്യാൻ, പ്രൊപ്പഗേഷൻ ഡിലേ ഏതിൻ്റെ കേസിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റി, ഒരു സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? ആദർശ ഉണ്ടോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് അനോട്ടഡ് അറേൽ ടൈം ഷോസ് ദാറ്റ് ദ ആർഡർ ടോപ്പോളജി. അപ്പോൾ അതായത് നിങ്ങളുടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പ്രൊപ്പഗേഷൻ ഡിലേ ആണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ 16 ബിറ്റ് ആഡ് ചെയ്യേണ്ട ടൈമിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 20 ബിറ്റ്സിനെ ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏതിൻ്റെ കേസിൽ അഡ്വാൻറ്റേജ്, സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൻ്റെ കേസിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പം അസ്യൂം n ബിറ്റ് ആർഡറിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു 20 ബിറ്റ്സ് അല്ലെങ്കിൽ 16 ബിറ്റ് ആർഡറിൻ്റെ കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു n ബിറ്റ് ആർഡറിൻ്റെ കേസിൽ വിത്ത് p സ്റ്റേജസ് ആണ് എങ്കിൽ
ഫസ്റ്റ് സ്റ്റേജ് ആഡ് ചെയ്യുന്ന എത്ര ബിറ്റിനായിരിക്കും ആഡ് ചെയ്യുക? ഒരു n ബിറ്റ് ആഡറിൻ്റെ കേസിൽ p സ്റ്റേജസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ആഡ് ചെയ്യുന്നത് m ബിറ്റ്സിനെ ആയിരിക്കും, സെക്കൻഡ് ബിറ്റ്സ് m+1 ബിറ്റ്സിനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എത്ര ബിറ്റ്സ് ആണ്? നമുക്ക് കാണാൻ പറ്റും 20 ബിറ്റ്സ് ആർഡറാണ്. 20 ബിറ്റ് ആർഡറിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആഡിനെയാണ് ചെയ്തത്? 2 ബിറ്റ്സ് ആണ് ആഡ് ചെയ്തത് എങ്കിൽ അടുത്ത ബിറ്റ് നമ്മൾ എത്രയാണ് ആഡ് ചെയ്തത്? 3 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ എത്ര ബിറ്റ് വരെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത്? ഇത് 2, 3, 4, 5 ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമ്മളുടെ സ്റ്റേജസ് ഉണ്ടാവുക. എത്ര വരെ സ്റ്റേജ് ഉണ്ടാവും? p-1 സ്റ്റേജസ് വരെ ഉണ്ടാവും. ഓക്കെ, p-1 സ്റ്റേജസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് ആദ്യത്തെ ബിറ്റിൻ്റെ കാലം എത്ര കൂടുതലാണ്? 1 കൂടുതലായിരിക്കും അടുത്ത സ്റ്റേജ് വരിക. ആദ്യത്തെ സ്റ്റേജിനേക്കാൾ 2 കൂടുതലായിരിക്കും അതിനപ്പുറമുള്ള സ്റ്റേജ് വരിക. അപ്പം നമുക്ക് n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? p² പ്ലസ്, ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, p²/2 പ്ലസ് p ഇൻറ്റു m-1/2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് സ്റ്റേജസിനെ നമുക്ക് പറയാൻ പറ്റുക n ബിറ്റ് ആർഡർ ബേസിൽ. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നില്ല. p എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 2√2n എന്നാണ് പറഞ്ഞിരിക്കുന്നത്, √2n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ജനറൽ എക്സ്പ്രഷനാണ്. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതാണ്. ഒരു √16 നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചെയ്യാൻ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് എണീറ്റ് വരുന്നവർ കാണുമ്പോൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാത്തവർ എന്തായിരിക്കും ചെയ്യുക? എക്സാമിൻ്റെ തലേദിവസമായിരിക്കും ഇത് നോക്കുക. ഓക്കെ, എക്സാമിൻ്റെ തലേദിവസം നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഡയഗ്രാം എടുത്ത് പഠിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം കാണുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ ഇത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് വരച്ചിരിക്കുന്ന ഡയഗ്രമാണ്. ഓക്കെ, ഈ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൻ്റെ ഡയഗ്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കുന്നവരെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവർ എന്ത് വരച്ചു വെക്കാനുള്ള ചാൻസ് ഉണ്ട്? ലീനിയർ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ എന്ന് പറയുമ്പോൾ ഈ ഡയഗ്രാം വരച്ചു വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം എടുത്ത് നോക്കുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ഒരു ലീനിയർ ക്യാരി സെലക്ട് ആർഡർ കാണിച്ചിട്ട് അതിൻ്റെ ടൈം ഡിലേ എത്രയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും പഠിക്കണം, ഇതും പഠിക്കണം. അപ്പം ലീനിയർ ക്യാരി സെലക്ട് ആർഡർ അല്ല നിങ്ങളോട് ചോദിച്ചത്, സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ ആണ്. ലീനിയർ ക്യാരി സെലക്ട് ആർഡറിൽ 10 ടൈമിൽ 16 ബിറ്റ്സ് ആണ് ആഡ് ചെയ്തതെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മൾ അടുത്തത് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിനെ കുറിച്ച് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റിപ്പിൾ ക്യാരി ആർഡറും ലീനിയർ ക്യാരി സെലക്ട് ആർഡറും അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡറിൻ്റെയും ഡിലേയുടെ കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ ഏബിൾ ടു സീ ദാറ്റ് if you are considering ripple carry order which is having, if you are increasing the number of bits, അപ്പോൾ ഇവിടെ 60 ബിറ്റ്സ് വരെയാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടൈം ഡിലേ ഓൾസോ, ഇത് ടൈം ഡിലേ ആണ് y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ടൈം ഡിലേ ഇൻക്രീസസ്, ഓക്കെ, ഫോർ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസസ്. ബട്ട് in the case of linear carry select order, we can able to see the compared to linear select order, square root carry select order which is having low ടൈം ഡിലേ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പം വരച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ, അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലെയറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതുവരെ നമ്മൾ കണ്ടത് ആർഡറിനെ കുറിച്ചാണ്, ഫുൾ ആർഡർ മൾട്ടി ബിറ്റ് അഡീഷനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒരു ക്യാരി ഫുൾ ആർഡർ, ഈ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇത് 66th മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ വെയിറ്റേജും കൂടുതലാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയാണ് ഈ മോഡ്യൂൾ പഠിക്കുക എന്നുള്ളത്, അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആകെ ഫുൾ ആർഡർ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഫുൾ ആർഡർ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരി ബൈപ്പാസ് ആർഡർ എന്താണെന്ന്, അതിൻ്റെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലേ? ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മോഡിഫിക്കേഷൻ. അതിനുവേണ്ടി നമ്മൾ മാഞ്ചസ്റ്റർ ക്യാരി ചെയിൻ ആർഡർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ക്യാരി ബൈപ്പാസ് ആർഡറാണ്. ക്യാരി ബൈപ്പാസ് ആർഡറിൻ്റെ 16 ബിറ്റ് കൺസിഡർ ചെയ്തു. ലീനിയർ ക്യാരി സെലക്ട് ആർഡർ കൺസിഡർ ചെയ്തു. പിന്നെ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആർഡർ കൺസിഡർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക്കായിട്ട് ആർഡറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മൾട്ടിപ്ലയറിനെ കുറിച്ചാണ്. ബൈ യൂസിങ് മോസ് അല്ലെങ്കിൽ നമ്മളുടെ
നമ്മുടെ മൾട്ടിപ്ലെയർ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബൈനറി മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സച്ച് ആസ് കമ്പ്യൂട്ടർ ടു മൾട്ടിപ്ലൈ ടു ബൈനറി നമ്പേഴ്സ്. നമ്മൾ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബൈനറി നമ്പേഴ്സിനെ ബൈനറി നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ തന്നെയാണ് ഈ മൾട്ടിപ്ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് നോർമൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെയും ഈ കമ്പ്യൂട്ടറിലും നമ്മൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അരിത്തമെറ്റിക്കിലും നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, തന്നെയാണ് ഒരു മൾട്ടിപ്ലിക്കൻ്റ് ഉണ്ടാവും, മൾട്ടിപ്ലെയർ ഉണ്ടാവും. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്ട്സ് എഴുതുന്നു, ആ പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ പ്രൊസീജിയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊസീജിയറാണ്. രണ്ട് നമ്പേഴ്സ്, ഇതൊരു നമ്പർ, ഇത് മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയും, ഇത് മൾട്ടിപ്ലെയർ എന്ന് പറയും. അത് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാവുന്നത് തന്നെയാണ്. അടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ പാർഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറയും. അത് പിന്നെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അല്ലേ, ഇത് ആഡ് ചെയ്യുന്നു. അപ്പം ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ദീസ് പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 2 ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ, ഇവിടെ നമുക്ക് ഈ പാർഷ്യൽ പ്രോഡക്ട്സിനെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒന്നെങ്കിൽ ഹാഫ് ആർഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ആർഡർ യൂസ് ചെയ്യാം, അല്ലേ. അപ്പോൾ ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ 2 ബിറ്റിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ആർഡർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ബിറ്റ്സ് ആഡീഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ബൈ യൂസിങ് ദിസ്, അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലയറിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നമ്മൾ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, എന്ത് യൂസ് ചെയ്യുന്നു, ഫുൾ ആർഡർ അല്ലെങ്കിൽ ഹാഫ് ആർഡർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. അപ്പം ദിസ് ഈസ് ആക്ച്വലി ദ തിങ് യു മസ്റ്റ് റിമെമ്പർ. അപ്പം മൾട്ടിപ്ലിക്കൻ്റ്, ഇപ്പോൾ ഇവിടെ ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു മൾട്ടിപ്ലിക്കൻ്റ്, മൾട്ടിപ്ലെയർ, പ്രോഡക്റ്റ് ടേംസ്. അപ്പോൾ ഇതൊരു എത്ര ബിറ്റാണ്, 6 ബിറ്റ് അഡീഷനാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. രണ്ട് 6 ബിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ x0 y0, y4 y5 y4 y3 y2 y1 y0, x5 s4 x3 x2 x1 x0, ഇങ്ങനെ 6 ബിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ആദ്യം x0 y0 ആണ്, x0 y1 ആണ്, x0 y2 ആണ്, x0 y3 ആണ്, x0 y4, x0 y5. ഇങ്ങനെ അടുത്തത് x1 y0, x1 y1, x1 y2, x1 y3, x1 y4, x1 y5 കാണുന്നുണ്ടല്ലോ. അടുത്ത് നമുക്ക് കാണാൻ പറ്റും x3 y0, ഈ നമ്പറും ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ നോർമലായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. അടുത്തത് x4 ഇതേപോലെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് ടൈംസ് എടുക്കുന്നു. x0 y0 ജസ്റ്റ് ഡയറക്റ്റായിട്ട് എഴുതുന്നു. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ P1 നമുക്ക് കിട്ടുന്നു. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ P2, ഇത് P3, ഇത് P4, ഇത് P5, ഇത് P6, ഇത് P7, P8, P9, P10, P11. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് മൾട്ടി ബിറ്റ് അഡീഷൻ്റെ കേസിലുള്ള പ്രൊസീജിയർ എന്ന് പറയാം. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഒരു ഗേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ 2 ഇൻപുട്ട് ആർഡർ യൂസ് ചെയ്തിട്ട് നമുക്കാകെ ആർഡേഴ്സായിട്ട് നമുക്കറിയാം നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ 2 ബിറ്റോ അല്ലെങ്കിൽ 3 ബിറ്റ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2 എത്ര പ്രോഡക്റ്റ് ടൈംസ് ഉണ്ട്, ഇതിനെ എല്ലാം നമുക്ക് ആഡ് ചെയ്യണം. എത്ര ബിറ്റ്സ് ആണ്, 5 ബിറ്റ്സ്, ഇവിടെ 6 ബിറ്റ്സ് ഒക്കെ അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഒരു ഫുൾ ആഡറിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തൊരു ഫുൾ ആഡറിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെ നമ്മൾ പറയുന്ന പേരാണ്. ഇപ്പം നിങ്ങൾ ഒരു അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ട്. ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം ആണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്തത്? ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതമാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്യാൻ. നിങ്ങൾ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ഒക്കെ നിങ്ങൾ സിയിലും നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയറിലെ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം എന്ന് പറയുക. അപ്പം ഈ ഈച്ച് പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ബൈ മൾട്ടിപ്ലൈയിങ് ദ മൾട്ടിപ്ലിക്കൻറ്റ് വിത്ത് ബിറ്റ് മൾട്ടിപ്ലയർ ആൻഡ് അത് ആൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന ആൻഡ് ഓപ്പറേഷൻ വഴിയാണ്. അവിടെ ഈ ഇവിടെ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ പ്രോഡക്ട്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ യൂസിങ് എന്താണ് ഒരു എന്ത് യൂസ് ചെയ്തിട്ടാണ്? ആർഡർ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഐദർ ഫുൾ ആർഡർ ഓർ ഹാഫ് ആർഡർ. അപ്പം ഈ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ ആൻഡ് ഗേറ്റും അതുപോലെ തന്നെ നമ്മളുടെ ആർഡറും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പെർഫോമിനെ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? അറേ മൾട്ടിപ്ലയർ എന്ന് പറയും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു അറേ മൾട്ടിപ്ലയർ എന്താണെന്ന്. അപ്പം അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നിട്ടാണ് എന്നുണ്ടാവും നമുക്കറിയാം. ഒരു പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, പാർഷ്യൽ പ്രോഡക്റ്റ് അക്യുമുലേഷൻ ആൻഡ് ഫൈനൽ അഡീഷൻ. അപ്പം നിങ്ങൾ കാണാൻ പറ്റും പാർഷ്യൽ പ്രോഡക്റ്റ് എന്താണ്? പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേഷൻ, പാർഷ്യൽ പ്രോഡക്റ്റ് അക്യുമുലേഷൻ ആൻഡ് ഫൈനൽ അഡീഷൻ. ഇപ്പോൾ ഇത്രയും ചേർന്നിട്ടാണ് നമ്മളുടെ ഇത് പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേഷനാണ്. ഇതെല്ലാം ഓരോന്നായിട്ട് x0 y0 x1 y1 ഇത് പാർഷ്യൽ പ്രോഡക്റ്റ് ജനറേഷനാണ്. പിന്നെ ഇത് രണ്ടും അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് പാർഷ്യൽ പ്രോഡക്റ്റ് അക്യുമുലേഷൻ എന്ന് പറയുക. പിന്നെ ഫൈനൽ അഡീഷൻ. ഈ മൂന്നും ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടുക? നമ്മളുടെ അറേ മൾട്ടിപ്ലയറിൻ്റെ കേസിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കണോ അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? എന്തായാലും ഞാനിപ്പം കംപ്ലീറ്റ് ആക്കിയാൽ തീർന്നു. എന്താ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞു പോകാം അല്ലേ? അപ്പം അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ അറേ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അറേ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ്സ് ദ മൾട്ടിപ്ലയർ ആൻഡ് മൾട്ടിപ്ലിക്കൻറ്റ് and uses an array of cells to calculate the bit product xi and yj individually in a parallel manner. ഓക്കെ, അപ്പം ഈ പാർഷ്യൽ അറേ മൾട്ടിപ്ലയർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഡെഫിനിഷനാണ്. വാട്ട് ഈസ് അറേ മൾട്ടിപ്ലയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അറേ മൾട്ടിപ്ലയർ എന്താ ചെയ്യുന്നത്? എന്തിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഒരു മൾട്ടിപ്ലിക്കൻറ്റിനെയും മൾട്ടിപ്ലയറിനെയും അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു മൾട്ടിപ്ലയർ അലയാണിത്. Array multiplier which accepts multiplicand and multiplier and uses an array of cells. അപ്പോൾ ഇത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറേ ഓഫ് സെൽസ് ടു കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിറ്റ് പ്രോഡക്റ്റ് xi ആൻഡ് yj. അപ്പം ഇതിൻ്റെ ബിറ്റ് പ്രോഡക്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് അറേ ഓഫ് സെൽസ് ഇൻഡിവിജ്വലി ഇൻ എ പാരലൽ മാനർ. അപ്പം ഇതൊരു പ്രൊസീജിയറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ അറേ മൾട്ടിപ്ലയർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു മൾട്ടിപ്ലയറിനെയും മൾട്ടിപ്ലിക്കൻറ്റിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു? അറേ ഓഫ് യൂസസ് ആൻ അറേ ഓഫ് സെൽസ് ടു കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ഇൻഡിവിജ്വലി ഇൻ എ പാരലൽ മാനർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അതാണ് നമ്മളുടെ അറേ മൾട്ടിപ്ലയർ. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കൻ്റ് ആണ്. x0 x1 x2 x3 എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് അറേ മൾട്ടിപ്ലയർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു 4 ബിറ്റിൻ്റെ കേസിൽ അപ്പോൾ 4 ബിറ്റ് മൾട്ടിപ്ലിക്കൻ്റ് ഇത് മൾട്ടിപ്ലയർ y0 y1 y2 y3 ആൻഡ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടൈംസ് ആണ് p0 p1 p2 p3 p4 p5 p6 ആൻഡ് p7. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് x0 x1 x2 x3 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കൻ്റ് ആണ്. y0 y1 y2 y3 എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്.
ആദ്യത്തെ പ്രോഡക്റ്റ് പാർഷ്യൽ പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x0 y0 x1 y1 x0 y0 x1 y0 x2 y0 x3 y0. അടുത്തത് y1 x0 y1 x1 y2 x2 y3 y2 x3. ഓക്കെ, അടുത്തത് y2. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് ടൈമിനെ പാർഷ്യൽ പ്രോഡക്റ്റ് 0 എന്ന് പറയുന്നു, അടുത്തത് പാർഷ്യൽ പ്രോഡക്റ്റ് 1 എന്ന് പറയുന്നു. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് ടൈം ആയിട്ട് എഴുതുന്നു. ഇതാണ് നമ്മളെ P0 എന്ന് പറയുന്നത്, x0 y0 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യണം എങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. ഈ രണ്ട് പ്രോഡക്റ്റ് ടൈമിനെ തമ്മിൽ ആഡ് ചെയ്യാൻ രണ്ട് ഹാഫ് ആർഡർ നമ്മൾ യൂസ് ചെയ്താൽ മതി. രണ്ട് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കറിയാം ഇത് സമ്മാണ്. ഇതിൻ്റെ കേസിൽ എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഈ സമ്മിൻ്റെ കേസിൽ ക്യാരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ക്യാരിയാണ് നമ്മൾ C10 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ C10 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ക്യാരി ഔട്ടാണ്. ഈ ക്യാരി ഔട്ട് ഏതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം, നമ്മളുടെ ഈ രണ്ട് പ്രോഡക്റ്റ് ടൈംസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്, 3 ബിറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു ഫുൾ ആർഡർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെയും ഉള്ള സമ്മിനെ നമ്മൾ S11 എന്ന് എഴുതി. ഈ S11 കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെയും ക്യാരി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്യാരി ഏതിലേക്ക് ആഡ് ചെയ്യുന്നു, നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് ടൈമുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പം S12 കിട്ടി. ഇവിടെയും എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഒരു ക്യാരി ഔട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് 2-3 ടൈം വരുമ്പോൾ ക്യാരി ഔട്ട് ഉണ്ടാവും, 3 ബിറ്റ് അഡീഷൻ ആണ്. അപ്പോൾ ക്യാരി ഔട്ട് ഉണ്ടാവും. ഫുൾ ആർഡറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, ക്യാരി വരുന്നു, അതിനെ C12 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് 2 ബിറ്റേ ഉള്ളൂ, അത് ഹാഫ് ആർഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. അപ്പം ഇവിടെയും ഹാഫ് ആർഡറിൻ്റെ കേസിൽ എന്തുണ്ടാവും, ക്യാരി ഔട്ട് ഉണ്ടാവും. ആ ക്യാരി ഔട്ട് അടുത്തതിലേക്ക് കൊടുക്കുന്നു. അപ്പം ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അതാണ് P1. അടുത്തത് ഇതും നമുക്ക് കാണാൻ പറ്റും C10 എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഓക്കെ, ഇവിടെ ഇത് 2 ബിറ്റേ ഉള്ളൂ. ഈ 2 ബിറ്റ് കേസിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഹാഫ് ആർഡർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സമ്മ് വന്നു. ഈ സമ്മിൻ്റെ കേസിൽ സമ്മ് കൂടാതെ എന്തുണ്ടാവും, ക്യാരി ഉണ്ടാവും. അപ്പം ഈ സമ്മ് ഇത് 3 ബിറ്റാണ്. അപ്പോൾ ഫുൾ ആർഡർ യൂസ് ചെയ്യണം. ഇവിടെ സമ്മ് കിട്ടി, ഇവിടെയും ക്യാരി ഔട്ട് വന്നു. ഇവിടെയും നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താണ്, 3 ബിറ്റ് ഉണ്ട്. ഇതും ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യണം. ഇവിടെയും എന്താണ്, ക്യാരി ഔട്ട് വന്നു. ഇതും 3 ബിറ്റ് ഉണ്ട്. ഇവിടെയും ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. ഇവിടെയും ക്യാരി ഔട്ട് വന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് S0 ആണ്, ഇത് ഡയറക്റ്റ് ആയിട്ട് P2 ആയിട്ട് എഴുതുന്നു. പിന്നെ ഇവിടെ ഇത് 2 ബിറ്റേ ഉള്ളൂ, ഇവിടെ ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. ഇവിടെ ക്യാരി ഔട്ട് വന്നു, ഈ ക്യാരി ഔട്ട് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 3 ബിറ്റ് ഉണ്ട്. ഇവിടെയും ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യണം. ഇവിടെയും ക്യാരി ഔട്ട് വന്നു, ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് 3 ബിറ്റാണ്. ഇവിടെയും സം ഇങ്ങനെയാണ്, ഇത് ക്യാരി ഔട്ട് വന്നു. ഇത് 3 ബിറ്റാണ്, അപ്പോൾ അതിൻ്റെ ക്യാരി ഔട്ട് വന്നു. അതാണ് P7 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. അപ്പം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹൗ ക്യാൻ ബി ഒരു 4 ബിറ്റ് അറേ മൾട്ടിപ്ലയർ വരയ്ക്കാൻ പറയാൻ ചാൻസ് ഉണ്ട്. ഒരു 4 ബിറ്റ് അറേ മൾട്ടിപ്ലയർ. അപ്പം ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആൻഡ് ഗേറ്റ് അല്ലേ. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ ഫുൾ ആർഡർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഹാഫ് ആർഡർ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഇത് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ നോക്കുക, ആദ്യത്തെ കേസിൽ നമ്മൾ x0 y0 x1 y0 x2 y0 x3 y0 ഇതാണ് നമ്മളുടെ y0ഉം ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അത് എന്തെല്ലാം ഏത് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, x0 y0 x1 y0 x2 y0 x3 y0. പിന്നെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ടൈം ഏതാണ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് ടൈം y1ഉം x0ഉം അല്ലേ. y1 x0 y1 x1 y1 x2 y1 x3. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് ടൈംസ് കിട്ടി. അപ്പം അത് നമ്മൾ y1 x0 y1 x1 y1 x2 y1 x3. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് P0 ആയിട്ട് എഴുതാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ടൈം ആയിട്ട് നമുക്ക് എഴുതാം. x0 y0 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതാണ് നമ്മളുടെ P0 ആയിട്ട് എഴുതാം, x0 y0. പിന്നെ നമ്മൾ P1 എന്ന് പറയുന്നത് ആക്ച്വലി ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ P1 ആയിട്ട് വരിക അല്ലേ. P1 ആയിട്ട് വരുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 2 ബിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 2 ബിറ്റ് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഹാഫ് ആർഡർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഹാഫ് ആർഡർ യൂസ് ചെയ്തിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇത് 2 പ്രോഡക്റ്റ് ടൈം തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മ് കിട്ടി. ഈ സമ്മാണ് നമ്മളുടെ എന്ത്,
P1 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് താഴെ, ക്ലിയർ ആവാൻ വേണ്ടി ഇവിടെയും കൂടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ S0 എന്ന് പറയാം, S10 എന്ന് പറയാം. ഈ S10 എന്ന് പറയുന്നതാണ് P1. ഓക്കെ, ദിസ് ഈസ് P1. അപ്പോൾ ഈ ഹാഫ് ആർഡറിന് എന്തുണ്ടാവും? ഹാഫ് ആർഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഹാഫ് ആർഡർ തമ്മിൽ, രണ്ട് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സമ്മും ഉണ്ടാവും, ക്യാരി ഔട്ടും ഉണ്ടാവും. ഈ ക്യാരി ഔട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? അടുത്ത ഇതിലേക്ക് കൊടുക്കുന്നു, അല്ലേ? ഇത് തമ്മിൽ നമ്മൾ സാധാരണയായിട്ട് ആഡ് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? അതിൻ്റെ നമ്മൾ വരുന്നത് ക്യാരിയെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? അടുത്ത ബിറ്റിലേക്ക് കൊടുക്കുന്നു. അതേ പ്രൊസീജിയറാണ് ഇവിടെയും ചെയ്യുന്നത്. അടുത്തതിലേക്ക് ഈ C10 എന്ന് പറയുന്ന ക്യാരി അടുത്തതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എത്രയായി? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും X0 Y0 X1 Y1. ഇത് കൂടാതെ ഒരു എന്തും കൂടെ വന്നു? C10 കൂടെ വന്നു. അതായത് ക്യാരി ഔട്ട് ഓഫ് ദ പ്രീവിയസ് ഹാഫ് ആർഡറിൻ്റെ ക്യാരി ഔട്ടും കൂടി വന്നു. അപ്പം 3 ബിറ്റായി. 3 ബിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പെർഫോം ചെയ്യണം? നമ്മളൊരു ഫുൾ ആർഡർ യൂസ് ചെയ്താലേ നമുക്ക് 3 ബിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഫുൾ ആർഡർ യൂസ് ചെയ്തു, X2 Y0 X1 Y1 തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമ്മ് കിട്ടി. സമ്മ് S11 എന്ന് എഴുതി. ഇത് കൂടാതെ ഇതിനും എന്തുണ്ടാവും? ഒരു ക്യാരി ഉണ്ടാവും, അതിനെ നമ്മൾ C11 എന്ന് എഴുതി. അപ്പോൾ ഈ C11 വന്നപ്പോൾ ഇവിടെയും 3 ബിറ്റ്സ് വന്നു. ഈ 3 ബിറ്റ്സ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫുൾ ആർഡർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫുൾ ആർഡർ യൂസ് ചെയ്തു. ഈ ഫുൾ ആർഡറിൻ്റെ സമ്മിനെ നമ്മൾ S12 എന്ന് എഴുതുന്നു. ഈ S12 കൂടാതെ ക്യാരിയും കൂടെ വരും. അപ്പോൾ ഈ ക്യാരി എന്താണ്? C12 ആണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ C12ഉം പിന്നെ എന്തുകൂടെ ഉള്ളൂ? X3 Y1 കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ C12 ആൻഡ് X3 Y1 കൂടി ആഡ് ചെയ്യാൻ നമ്മളൊരു ഹാഫ് ആർഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഹാഫ് ആർഡർ യൂസ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഹാഫ് ആർഡറിനും എന്തുണ്ട്? ഒരു സമ്മുണ്ട്, അതെങ്ങോട്ട് ക്യാരി ഉണ്ട്, അത് അടുത്ത ബിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതാണ് നമ്മളുടെ പ്രൊസീജിയർ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ടൈം ഇതുപോലെ തന്നെ എഴുതുന്നു, Y2 അല്ലേ? X0 Y2 X1 Y2 X2 Y2 X3 Y3 അത് എഴുതുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടുത്തെ സമ്മ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ സമ്മ് ഡയറക്റ്റായിട്ട് P1 എന്ന് എഴുതി. S11 എന്ന് പറയുന്ന ഈ സമ്മ് ഇതിൻ്റെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യണം? നമുക്ക് X0 Y2 കൂടി ആഡ് ചെയ്യണം, എന്നാലാണ് നമുക്ക് P2 കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ S11ഉം X0 Y2ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, 2 ബിറ്റ് മാത്രമേ നമുക്കുള്ളൂ ആഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പം അത് P2 കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് S12 ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. S12 നേരത്തെ അവിടെ തന്നെ ഉണ്ട്. S12 ഉണ്ട്. പിന്നെ ഈ S0 ഈ ഹാഫ് ആർഡറിൻ്റെ ക്യാരി ഉണ്ട് C12 എന്ന് പറയുന്നത്, C20 എന്ന് പറയുന്നത്. ഈ C20യും ഏതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം? ഈ C20യും നമുക്ക് ഏതിൻ്റെ കൂട്ടത്തിൽ? ഈ S12ൻ്റെയും X1 Y2ൻ്റെയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ C20 S12 X1 Y2 അതൊരു ഫുൾ ആർഡറിലേക്കാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് S21 കിട്ടി. ഈ S21 കൂടാതെ ഒരു ക്യാരി ഇങ്ങോട്ട് ജനറേറ്റ് ആയി, ഈ C21 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫുൾ ആർഡറിൻ്റെ ക്യാരി എന്ന് പറയുന്നത് C21 ആണ്. അപ്പം ഈ C21 കിട്ടി. അപ്പോൾ എന്താണ് ഇവിടെ എത്രയുണ്ട്? അപ്പോൾ S13 ഉണ്ട്, X2 Y2 ഉണ്ട്, ഈ C21 ഉണ്ട്. അപ്പം ഈ മൂന്നും കൂടി നമ്മളൊരു ഫുൾ ആർഡറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് S22 എന്ന് കിട്ടി. അപ്പോൾ ഈ ഫുൾ ആർഡറിന് എന്ത് കിട്ടി? ഒരു ക്യാരി ഔട്ട് കിട്ടി. അതിനെ C22 എന്ന് എഴുതി. അപ്പോൾ ഈ C22 എന്ത് കൊടുക്കുന്നു? C22 കൂടാതെ നമുക്ക് നേരത്തെ തന്നെ C13 ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഹാഫ് ആർഡറിൻ്റെ ക്യാരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ X3 Y2 ഉണ്ട്. അപ്പോൾ ഇത് 3 ബിറ്റ് ഉണ്ട്, അതിനെ ഫുൾ ആർഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് സമ്മ് നമുക്ക് S23 കിട്ടി. ഇവിടെ ക്യാരി എന്ന് പറയുന്നത് C23 ആണ്. ഓക്കെ, ഫുൾ ആർഡറിൻ്റെ ക്യാരി എന്ന് പറയുന്നത് C23 ആണ്. അപ്പം ഈ C23 നമ്മൾ അടുത്ത ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യു ക്യാൻ സി, ഐ തിങ്ക് അടുത്ത പ്രോഡക്റ്റ് ടൈം Y3 X0 Y3 X1 Y3 X2 Y3 X3 എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ S21 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ S21ഉം S0 Y2ഉം നമുക്ക് 2 ബിറ്റേ ഉള്ളൂ. അത് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഹാഫ് ആർഡർ യൂസ് ചെയ്താൽ മതി. അപ്പം S21 X0 Y3 നമ്മൾ ആഡ് ചെയ്യാൻ ഒരു ഹാഫ് ആർഡർ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണാൻ പറ്റും എന്താണ് അടുത്തത്? ഈ ഹാഫ് ആർഡറിൻ്റെ കൂട്ടത്തിൽ ക്യാരി ഉണ്ടാകുന്നു. ആ ക്യാരിയെ നമ്മൾ C30 എന്നെടുത്തിരിക്കുന്നു. ഈ C30 പിന്നെ S22 X1 Y3 ഉണ്ട്. അത് മൂന്നും കൂടി ഒരു ഫുൾ ആർഡറിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ S22 X1 Y3 ഒരു ഫുൾ ആർഡറിലേക്കാണ്. അപ്പം S31 കിട്ടി. ഇവിടെയും നമുക്ക് ക്യാരി വന്നു, അത് C31 നമ്മൾ എടുത്തിരിക്കുന്നു. അവിടെയും നമുക്ക് S22 X2 Y2 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. അതിനെ നമ്മൾക്ക് ഒരു ഫുൾ ആർഡറിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് S32 കിട്ടി. അതിൻ്റെ ക്യാരി എന്ന് പറയുന്നത് C32 ആണ്. ആ C32 ഒരു ഫുൾ ആർഡറിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഫുൾ ആർഡറിൻ്റെ കേസിൽ നമുക്ക് ഫുൾ ആർഡറിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെയും നമുക്ക് 3 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഈ 3 ഇൻപുട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് S33 കിട്ടി. ഇതിൻ്റെ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ C33. അതായത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏതിനും ചെയ്യുന്നത്. ഈ ഒരു ഫുൾ ആർഡർ ഹാഫ് ആർഡറും നമ്മൾ ഫുൾ ആർഡറും ഹാഫ് ആർഡറും അതുപോലെ തന്നെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുള്ളൂ, ആൻഡ് ഗേറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു അറേ മൾട്ടിപ്ലയറിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു 4x4 അറേ മൾട്ടിപ്ലയർ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 4x4 അറേ മൾട്ടിപ്ലയർ. ഇപ്പോൾ 4x4 എന്ന് പറഞ്ഞാൽ 4 മൾട്ടിപ്ലയറും 4 മൾട്ടിപ്ലിക്കൻറ്റും ചേർന്നിട്ടാണ് നമുക്കൊരു മൾട്ടിപ്ലയർ വന്നിരിക്കുന്നത്.